നമസ്കാരം. കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്ക സമുദായത്തിന്റെ ഇപ്പോഴത്തെ ദയനീയ അവസ്ഥ കണ്ടിട്ട് സഹതാപമല്ല, ചിരിയാണ് വരുന്നത്. വഖഫ് നിയമം എന്ന കിരാത നിയമം കാരണം കുടിയിറക്ക ഭീഷണി നേരിടുന്ന എറണാകുളം ജില്ലയിലെ മുനമം പ്രദേശത്തെ 600-ലധികം മത്സ്യത്തൊഴിലാളി കുടുംബാംഗങ്ങൾ സമരം നടത്താൻ തുടങ്ങിയിട്ട് മാസങ്ങൾ ഒരുപാടായി. ഇതിൽ 500 കുടുംബാംഗങ്ങൾ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബാംഗങ്ങളും ബാക്കി ഹിന്ദുക്കളായ മത്സ്യത്തൊഴിലാളി കുടുംബാംഗങ്ങളുമാണ്. സമരവും പ്രതിഷേധവും ഒക്കെ തുടങ്ങിയിട്ട് മാസങ്ങളായിട്ടും അവരുടെ സങ്കടമോ ദുഃഖമോ കാണാൻ അച്ചായന്മാർക്ക് ഇനിയും കണ്ണു തുറന്നില്ലേ? അവരുടെ സമരം ഒരു മാധ്യമത്തിലോ വാർത്തയല്ല. ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നുമില്ല. സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന തീവ്രവാദികൾക്ക് വേണ്ടി സേവ് ഗാസ, സേവ് ഹിസ്ബുള്ള, ആൾ ഐസ് ഓൺ റാഫ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൂമ്പുന്ന ഒരു സാംസ്കാരിക നായകനും സിനിമക്കാരനും മനുഷ്യാവകാശക്കാരും ആ വഴി വന്നിട്ടില്ല. തങ്ങളുടെ സമരം അവഗണിക്കുന്നത് കണ്ടിട്ട് ഞങ്ങളുടെ നാടിന്റെ പേര് ഗാസ എന്നാക്കണമോ എന്ന് വരെ പാവം മത്സ്യത്തൊഴിലാളികൾ ചോദിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ സമരത്തിന് നേതൃത്വം നൽകുന്ന ലത്തീൻ സഭയെ കേരളത്തിലെ ഇടതും വലതും പൂർണ്ണമായും അവഗണിക്കുകയാണ്. സഭയുടെ വോട്ട് കൊണ്ട് ജയിച്ച MP ആകട്ടെ വഖഫ് എന്ന തീവ്രവാദ നിയമം പിൻവലിക്കുകയോ പരിഷ്കരിക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞ് പാർലമെന്റിൽ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന VD സതീശൻ മുൻപത്ത് വന്ന് വഖഫ് നിയമം തെറ്റാണെന്ന് പറയും. അതേസമയം പാർലമെന്റിൽ ആ ഭീകര നിയമത്തിന് പിന്തുണയും കൊടുക്കും. കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് കരുതുന്ന മാധ്യമങ്ങളെല്ലാം വഖഫ് എന്ന തീവ്രവാദ നിയമത്തിന് അനുകൂലമായി നിൽക്കുക മാത്രമല്ല, മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന സമരം കണ്ട ഭാവം പോലും അവർ നടിക്കുന്നില്ല. ദേശീയ ചാനലുകളിൽ വഖഫ് എന്ന തീവ്രവാദ നിയമത്തിനെതിരെ മുൻപത്തെ മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന സമരം റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രമാണ് ഒരു ആശ്വാസം. ലത്തീൻ കത്തോലിക്ക വോട്ടുകളെന്നും കോൺഗ്രസിന്റെ ഉറച്ച വോട്ട് ബാങ്കാണ്. അതേ കോൺഗ്രസ് പാർട്ടി തന്നെ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളെ തള്ളിപ്പറഞ്ഞ് തീവ്രവാദ നിയമത്തിന് പിന്തുണ കൊടുക്കുകയും ആ ഭീകര നിയമം പിൻവലിക്കുന്നതിനെതിരെ പാർലമെന്റിൽ ബഹളമുണ്ടാക്കുകയും ചെയ്യുന്നു. കണ്ണിൽ കണ്ട ഏത് ഭൂമിയും വഖഫിന്റേതാണെന്ന് വഖഫ് ബോർഡ് പറഞ്ഞാൽ നിലവിലെ നിയമപ്രകാരം അത് കോടതിയിൽ പോലും ചോദ്യം ചെയ്യാനാകില്ല. ആ ഭീകര നിയമം ഉപയോഗിച്ച് ഇന്ത്യയിലെ കണ്ണായ സ്ഥലങ്ങളും ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് എല്ലായിടത്തും അവകാശവാദം ഉന്നയിക്കുന്ന ഒരു വിഭാഗത്തിന് വേണ്ടി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നിലകൊള്ളുന്ന വിചിത്രമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വഖഫ് എന്ന കിരാത നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് സർക്കാരാണെന്ന് മറക്കരുത്. ഇപ്പോൾ ആ നിയമം പരിഷ്കരിക്കാൻ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ നിയമം കൊണ്ടുവരുമ്പോൾ അതിനെതിരെ കോൺഗ്രസ് ഉറഞ്ഞു തുള്ളുകയാണ്. ഇന്ത്യയിലെ ഏത് ഭൂമിയും വഖഫ് ബോർഡിന്റെ അവകാശവാദം ഉന്നയിക്കാം. വഖഫ് ബോർഡ് പറഞ്ഞാൽ നിങ്ങൾ തലമുറകളായി താമസിക്കുന്നതും കരമടയ്ക്കുന്നതും വില കൊടുത്ത് വാങ്ങുന്നതുമായ ഏത് ഭൂമിയിൽ നിന്നും ഇറങ്ങിപ്പൊക്കോണം ആ നിമിഷം എന്ന നിയമം അതേപടി തുടരണമെന്നാണ് കോൺഗ്രസും ഇടതുപക്ഷവും ആവശ്യപ്പെടുന്നത്. 4000 കിലോമീറ്റർ ദൂരെ വിസ്തൃതിയിൽ കിടക്കുന്ന തീവ്രവാദികൾക്ക് വേണ്ടി പ്രകടനം നടത്തുന്ന, ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന, മെഴുകുതിരി കത്തിച്ച് പിന്തുണ പ്രഖ്യാപിക്കുന്ന കോൺഗ്രസ് പാർട്ടിയും ഇടതുപക്ഷവും മുൻപത്തെ മത്സ്യത്തൊഴിലാളികളുടെ സമരം കാണാത്തതിലും വഖഫ് എന്ന കിരാത നിയമം പരിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ പാർലമെന്റിന്റെ പുറത്തും വാദിക്കുന്നവർക്കും ഒന്നും കിട്ടിയില്ലെങ്കിലും സഭയുടെ തലയിൽ വെട്ടമുണ്ടായാൽ മതിയാകും. അടുത്ത തിരഞ്ഞെടുപ്പിലും വോട്ട് തേടി ഇളിച്ച ചിരിയുമായി ഹമാസ് മുന്നണി നേതാക്കൾ വരുമ്പോൾ ഇത് ഗാസയല്ല മുൻപമാണെന്ന് പറയാൻ നട്ടുള്ള ചങ്കൂറ്റമുള്ള ഒരു ലത്തീൻ സഭാ നേതൃത്വമെങ്കിലും ഉണ്ടാകണം. ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാതെ ഇരുന്നാൽ ലെബന്റെയും സിറിയയുടെയും ഒക്കെ അവസ്ഥയാകും ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തെ കാത്തിരിക്കുന്നത്. എന്തായാലും ലത്തീൻ അതിരൂപതയുടെ വിശ്വാസമൊന്നും മുൻപങ്കാർക്ക് ഇപ്പോൾ ഇല്ല. അവർക്കൊക്കെ മൂന്ത്യ മദ്യത്തിന്റെ മുന്നിലും വീഞ്ഞിന്റെ മുന്നിലുമൊക്കെ ഇരുന്ന് സുഖവാസത്തിൽ കൊള്ളാനും അച്ചപ്പട്ടം ധരിച്ച് പോലീസിന്റെ ബൂട്ട് മുഴക്കുമ്പോൾ വിശ്വാസികളെ കള്ളത്തരം പറഞ്ഞ് ഇറക്കിവിട്ട് പള്ളിമേടകളിൽ കൂട്ടമണിയടിച്ച് വലിയൊരു വർഗീയ കലാപം സൃഷ്ടിക്കാൻ മാത്രമേ അച്ചംപട്ടം ധരിച്ച സഭകൾക്ക് ബിഷപ്പുമാർക്ക് അറിയാവൂ. അതൊക്കെ തീർത്തു കൊടുക്കാൻ കേന്ദ്ര സർക്കാരിനോ സംസ്ഥാനത്തിന്റെ പോലീസിനോ അറിയാഞ്ഞിട്ടല്ല. അങ്ങനെ ചെയ്ത് കേരളത്തിൽ ഒരു വർഗീയ കലാപം ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടാണ് കേന്ദ്രത്തിന്റെ അന്വേഷണ ഏജൻസികളായാലും കേരളത്തിലെ പോലീസ് ആയാലും ഒന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടിരിക്കുന്നത്.